നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. കൊടുംകുറ്റവാളികളുടെ ജയിൽ ചാട്ടത്തെ തുടർന്ന് കറാച്ചിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്ന കറാച്ചിയിലെ മാലിർ ജയിലിൽ നിന്നാണ് കൊടും കുറ്റവാളികൾ രക്ഷപ്പെട്ടത്. പ്രദേശത്ത് ചെറിയ തോതിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു. ഭൂചലനത്തിൽ ജയിൽ കെട്ടിടത്തിന്റെ ചുമരുകൾ ഭാഗികമായി തകർന്നിരുന്നു. ഇതിലൂടെയാണ് തടവുകാർ പുറത്തു കടന്നതെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ തക്കം നോക്കിയാണ് കുറ്റവാളികൾ തടവുചാടൽ നടത്തിയത്. ഈ രക്ഷപ്പെടലിനിടെ ഒരാൾ മരിച്ചു. ജയിലിലെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സമീപകാലത്തെ ഏറ്റവും അപകടകരമായ സംഭവമായാണ് ഈ ജയിൽ ചാട്ടത്തെ വിശേഷിപ്പിക്കാം. ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയുണ്ടാകാമെന്ന സൂചനയുമുണ്ട്. പോലീസിന്റെയും മറ്റ് സർക്കാർ വകുപ്പുകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഉന്നതതല അന്വേഷണ സമിതി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. മാലിർ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടതിലധികവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റിലായവരും കൊലപാതക കേസുകളിൽ പ്രതിയായവരുമാണ്. ശനിയാഴ്ച മുതൽ പ്രദേശത്ത് ചെറിയ തോതിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികളെ സുരക്ഷിതരാക്കാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി പ്രതികളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് വീണ്ടും ചെറിയ ഭൂചലനം അനുഭവപ്പെട്ടത്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജയിൽ സൂപ്രണ്ട് അർഷാദ് ഷായുടെ നേതൃത്വത്തിലാണ് സർക്കിൾ 4ലും 5ലുമുള്ള ബാരക്കുകളിൽ നിന്നും തടവുകാരെ അവരുടെ ബാരക്കുകളിൽ നിന്ന് ഒഴിപ്പിച്ചത്. ഈ സമയത്ത് 600-ലധികം തടവുകാർ അവരുടെ സെല്ലുകളിൽ നിന്ന് മാറ്റി. ഇതിനിടെയാണ് ജയിൽ ജീവനക്കാരെ മർദ്ദിച്ച് ആയുധങ്ങൾ തട്ടിയെടുത്ത ശേഷം ബാക്കിയുള്ളവർ പുറത്തു കടന്നത്. ജയിലിന് അകത്തും പുറത്തും കനത്ത വെടിവയ്പ് നടന്നതായാണ് പുറത്തുവരുന്ന വിവരം. ഈ ആക്രമണത്തിൽ ഒരു തടവുകാരൻ കൊല്ലപ്പെടുകയും 3 ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട 216 പേരിൽ ഏതാനും പേരെയും പിടികൂടിയതായും റിപ്പോർട്ടുണ്ട്. കുറ്റവാളികളെ പിടികൂടാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തെരുവുകളിൽ അനൗൺസ്മെന്റും ഉണ്ട്. പാകിസ്ഥാനിലെ ജയിൽ സംവിധാനത്തിലെയും നിയമപാലകരുടെയും ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പോൾ തുറന്നു കാണിക്കപ്പെടുന്നത്. ജയിൽ ചാട്ടത്തിന് പിന്നാലെ അധികൃതർ നടത്തിയ തെരച്ചിൽ 46 കുറ്റവാളികളെ തിരിച്ചുപിടിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട കുറ്റവാളികൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കറാച്ചിയിലുടനീളം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും നഗരം അതീവ ജാഗ്രതയിലാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജയിലിനടുത്തുള്ള ദേശീയപാതയുടെ സമീപത്ത് ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ജയിലിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജയിൽ പുള്ളികൾ രക്ഷപ്പെടാനായി ഏതെങ്കിലും ഉദ്യോഗസ്ഥർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്ക ശിക്ഷ നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.